ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലെ മിന്നിനെയാണ് കാണിക്കുന്നത്. മിന്നി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അതേസമയം നമ്മുടെ ജിൻഡ സ്റ്റെപ്പ് കയറിയും വരുവാണ്. അവന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ താഴത്തേക്ക് വീഴാൻ പോകുന്നതും കണ്ടുകൊണ്ടാണ് മിന്ന അവിടേക്ക് വരുന്നത്. മിന്നാന്നുണ്ടെങ്കിൽ 61 വയസ്സുള്ള അങ്കിൾ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ജിൻഡയുടെ അടുത്തേക്ക് വരുന്നത്. ഈ പയ്യൻ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്റെ പേര് 61 വയസ്സുള്ള അങ്കിൾ എന്നൊന്നുമല്ല, എന്റെ പേര് ജിൻഡ എന്നാണ്. ഇനി മുതൽ നീ എന്നെ ജിൻഡ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴേ നമ്മുടെ മിന്നാണെങ്കിൽ ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇനി മുതൽ ജിന്നെന്ന് വിളിക്കണോ അത് ടാന്ന് വിളിക്കണോ എന്നാണ് നമ്മുടെ മിന്നിന്റെ മറുപടി. നീ എന്തൊക്കെയാ പറയുന്നത്? എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എന്റെ പേര് ജിൻഡ എന്നാണ്, അതുകൊണ്ട് നീ ഇനി മുതൽ എന്നെ ജിൻഡ എന്ന് വിളിച്ചാൽ മതിയെന്ന് ജിൻഡയുടെ മറുപടി. അന്നേരം മിന്നിന്റെ കയ്യില് അവരെ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് ഉണ്ട്. അതപ്പോ നമ്മുടെ മാഡം നോയ്ക്ക് കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡാണ്, ഇത് മാഡം നോയ്ക്ക് കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജിൻഡയുടെ നേരത്തെ നീട്ടുന്നുണ്ട്. പക്ഷെ ജിൻഡയുടെ കൈയാന്നുണ്ടെങ്കിൽ ഫ്രീ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻഡയുടെ കൈയുടെ ഇടയ്ക്കോട്ട് നമ്മുടെ മിന്ന് അത് കുത്തി കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരെ കൈ തമ്മിൽ ടച്ച് ആയിട്ട് നമ്മുടെ മിന്നിന്റെ മൈൻഡ് പറയുന്നത് എന്തോരം ക്യൂട്ടാണ് ഈ 61 വയസ്സുള്ള അങ്കിളിനെ കാണാൻ. അതേപോലെ തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ല് അത് സൂപ്പറാണ്. ശരിക്കും എന്നെ ഗ്രാൻഡ് പ യൂസ് ചെയ്യുന്ന സെന്റിന്റെ അതേ സ്മെല്ല് തന്നെയാണ്, സൂപ്പർ ആയിട്ടുണ്ട്, ശരിക്കും ചാമിങ് ആണെന്നൊക്കെ. അപ്പൊ നമ്മുടെ ജിൻഡയുടെ മൈൻഡിൽ എന്തോന്ന് ഇവനിപ്പോ പറഞ്ഞത്, ചാമിങ് ആണെന്നാ, ഇവൻ എന്തൊക്കെയാ പറയുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡ എടുത്ത്. മിന്നാണെങ്കിൽ അതൊക്കെ പോട്ടെ, എന്റെ പേര് പയ്യനൊന്നുമല്ല, എന്റെ പേര് മിന്നെന്നാണ്, ഇനി മുതൽ എന്നെയും മിന്നെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിൻഡ എന്നാണെങ്കിൽ അപ്പോഴും സ്മൈൽ ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന് ബോധം വന്നിട്ട്, അയ്യേ ജിൻഡ, നീ എന്തിനാ ഇങ്ങനെ സ്മൈൽ ചെയ്തോണ്ടിരിക്കുന്നത്, ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ആച്ചിയുടെ കണ്ട ഓഫീസിൽ ഇവർക്ക് 3 ദിവസത്തെ ലീവ് ഉണ്ട്. ലീവിന്റെ കാര്യമൊക്കെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജ് നടന്നു വരുമ്പോൾ നമ്മുടെ ആച്ചിയാണെങ്കിൽ പ്രിന്റിംഗ് മെഷീനോട്ട് മല്ലടിച്ചോണ്ടിരിക്കുകയാണ്. ഇവന് പ്രിന്റ് ചെയ്ത പേപ്പറൊക്കെ എടുക്കണം, പക്ഷെ അതിനകത്തൊന്നും പുറത്തേക്ക് വരുന്നില്ല. അകപ്പാട് പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദുജ്ജ അടുത്തേക്ക് എന്നിട്ട്, നിന്റെ അത്രയും കൈൻഡ് ആയിട്ടുള്ള സാധനമല്ല ഈ പ്രിന്റിംഗ് മെഷീൻ, അങ്ങോട്ടേക്ക് മാറിക്കും, ഞാൻ എടുത്തുതരാന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു യുദ്ധം ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കിട്ട് പിടിക്കുന്നുണ്ട്. ഫൈനലി എങ്ങനെയൊക്കെയോ ആ ഒരു പേപ്പർ പുറത്തേക്ക് വരികയാണ്. അത് നമ്മുടെ ആച്ചിയെ കൊടുക്കുമ്പോൾ ആച്ചി താങ്ക്സ് പറഞ്ഞിട്ട് അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പൊ നമ്മുടെ ദുജ്ജാണെങ്കിൽ ആച്ചി എടുത്ത്, കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടല്ലോ, നീ എവിടേക്കാ പോണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ചെയ്യാൻ ട്രിപ്പ് പോകണമെന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈ വരുന്നുണ്ട്. പയ്യാണെങ്കിൽ ദുജിനോട് നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദുജിന് ബീച്ചിൽ പോകാനാ പ്ലാൻ എന്നും അവളും. അപ്പോഴേക്കും അവിടേക്ക് റോക്ക് വരുന്നുണ്ട്. റോക്കിന്റെ കയ്യിലാണെങ്കിൽ ഒരു സ്നാക്സ് പാക്കറ്റ് ഉണ്ട്. വന്നപാടെ തന്നെ അത് നമ്മുടെ പൈക്ക് കൊടുത്തിട്ട്, നമ്മുടെ ഔട്ടിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം നിന്റെ അടുത്ത് ഇത് പറയണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ആകപ്പാട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. പൈ മാത്രമല്ല ചുറ്റിനും നിൽക്കുന്ന ഒരു ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവൻ എന്തോ പറയാൻ വരുന്നതെന്നുള്ള മട്ടില് ഇവര് വിചാരിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ പയ്യെ ഇഷ്ടമാണെന്ന് ഇപ്പൊ റോക്ക് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ റോക്കിന് മറുപടി അതൊന്നും അല്ല, നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ കൂളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സീനിയർ എന്ന് വിളിച്ചോട്ടെ എന്നാണ് നമ്മുടെ റോക്ക് ചോദിക്കുന്നത്. ഈ ഒരു കാര്യം പറയാനാണോ ഇത്ര അധികം ബിൽഡപ്പ് ഇട്ടത്? നീ എന്തെങ്കിലും പറഞ്ഞ് തുലയ്ക്കണമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മേളിൽ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ കരനെ അവിടെ വന്നിട്ടുള്ള ക്ലയന്റ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ പുതിയ ക്ലയന്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ കരനെ പോലെ ഇത്രയധികം സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സണെ ആര് വഴക്ക് പറയാനാണ്? പാവം അവന്റെ ലീവിന്റെ സമയത്ത് തന്നെ അവൻ ഇങ്ങനെ ഒരു പണി കിട്ടിയല്ലോ, ഇനിയിപ്പോ ആരാ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും തിങ്ക് ചെയ്ത് നിൽക്കുമ്പോഴേ നമ്മുടെ ആച്ചിയുടെ മനസ്സിൽ തോന്നുന്നത് അവനെ ഒരുപാട് ടൈം നമ്മുടെ കരനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ അവനും തിരിച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആച്ചി അവിടുന്ന് ഓടി കയറി പോവാണ്. തൊട്ടുപോലെ തന്നെ എല്ലാവരും ചെല്ലുന്നുണ്ട്. ആച്ചി നീ അകത്തേക്ക് കയറി പോകണ്ടെന്ന് എല്ലാവരും പറയാണ്. പക്ഷെ നമ്മുടെ ആച്ചി പറയുന്നത് ഇല്ല, എനിക്ക് കരനെ പോയിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മുടെ റോക്കാണെങ്കിൽ ആച്ചിയുടെ മുമ്പിലേക്ക് കയറി നിന്നിട്ട്, നിനക്ക് ഉറപ്പാണോ അകത്തേക്ക് കയറി പോകണമെന്ന്? അടുത്ത നമ്മുടെ ആച്ചിയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ റോക്കാണെങ്കിൽ ആച്ചിയെ പിടിച്ച് അകത്തേക്ക് അങ്ങ് തള്ളി വിടുവാണ്. പാവം നമ്മുടെ ആച്ചി സഡനായിട്ട് അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് തന്നെ അവൻ എന്തോ പറയണമെന്ന് അറിയാൻ വയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ബോസ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആച്ചി എന്നൊക്കെ. അവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കി വരുമ്പോഴേ മേളിൽ AC കാണുന്നുണ്ട്. അതോ AC കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് നോക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞിട്ട് നേരെ ആ ക്ലയന്റിന്റെ അടുത്തേക്ക് എന്നിട്ട് അയാളുടെ കോട്ട് ഊരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അതോ ഇവിടെ ഭയങ്കര ചൂടല്ലേ, നിങ്ങളുടെ കോട്ട് ഊരാൻ വേണ്ടി സഹായിക്കുക എന്ന് പറയുമ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അയാൾ തന്നെത്താനെ അങ്ങ് ഊരുവാണ്. ആക്ച്വലി നമ്മുടെ ആശയ്ക്ക് ഇയാളുടെ ദേഹത്തേക്ക് ഒന്ന് ടച്ച് ചെയ്യണം. അപ്പൊ ഇയാളുടെ മനസ്സിൽ എന്താണ് തിങ്ക് ചെയ്യുന്നത് അത് നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആച്ചി നേരെ പോയി ചെന്ന് ടച്ച് ചെയ്യുന്നത് നമ്മുടെ കരന്റെ ബോഡിയിലേക്കാണ്. അപ്പൊ കരന്റെ മനസ്സിൽ പറയുന്നത് ഇയാൾക്ക് എന്താ വേണമെന്നൊന്നും അറിയത്തില്ലല്ലോ, ശരിക്കും ഇയാൾക്ക് എന്താ വേണമെന്നത്, ഞാൻ ഇനി എന്തോ ചെയ്യുന്നു പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ കരന്. ആച്ചി നേരെ പോയി ചെന്ന് ആ ഒരു ക്ലയന്റിന്റെ അടുത്തേക്ക് എന്നിട്ട് മസാജ് ചെയ്യുന്ന രീതി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലയന്റ് എന്താണ് തിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇതാണ് വേണ്ടുന്നതെന്നുള്ള മട്ടി നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഈ ഇന്ദുലേഖയുടെ ഒക്കെ പരസ്യം വരത്തില്ലേ, അതായത് ഓരോരോ ചെടികളായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് വരുന്നത്, അതേപോലെ തന്നെയാണ് പിന്നീട് കാണിക്കുന്ന സീനില് നമ്മുടെ ദുജ്ജാണെങ്കിൽ ഇവിടുന്ന് എന്തൊക്കെയോ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഫൈനലി ഒരു ഡെസേർട്ട് അങ്ങ് ഉണ്ടാക്കുവാണ്. ആക്ച്വലി ഒരു ക്ലയന്റിന് വേണ്ടുന്നത് ഡെസേർട്ട് തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആച്ചി അവിടേക്ക് ചെല്ലുവാണ്. ആ ഒരു ക്ലയന്റ് അത് കഴിച്ച പോലെ തന്നെ നമ്മുടെ നൻപ സിനിമയ്ക്കകത്ത് അതിലെ ഹീറോയിന് ലവ് വരുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ
ആകെപ്പാട് പാറി പറക്കത്തില്ലേ, അതേ ഒരു സീനാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ഡെസേർട്ട് കഴിച്ച പാടെ തന്നെ നമ്മുടെ ക്ലയന്റിന്റെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാറി പറന്നോണ്ടിരിക്കുകയാണ്. ഫൈനലി അയാൾക്ക് ആ ഡെസേർട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. പോയ പാടെ തന്നെ ആച്ചിയും കാരനും ബോസും അയ്യോ രക്ഷപ്പെട്ടെന്നുള്ള മട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ അടുത്ത് കരൻ ചോദിക്കുന്നുണ്ട്, ആക്ച്വലി നിനക്ക് എങ്ങനെയാ മനസ്സിലായത് അയാൾക്ക് ഇതാ വേണ്ടുന്നേന്ന്? അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അയ്യോ എല്ലാം പോയി, ഇനിയിപ്പോ ഞാൻ എന്തോ പറയുന്നുള്ള മട്ടി ഇരിക്കുകയാണ് അവന്. പെട്ടെന്ന് തന്നെ ബോസ് അയാൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രോഡക്റ്റിനോട് അയാൾക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. ആ നീ തന്നെ പറ, നീ എന്തായാലും ഒരു ഓഫീസ് എംപ്ലോയി അല്ലേ, ഒരു ഓഫീസ് എംപ്ലോയിക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഏതാ എന്ന് പറയാന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ ആച്ചിയുടെ മൈൻഡിലേക്ക് വരുന്നത് പെന്നാണ്. പെണ്ണെന്ന് പറയുമ്പോൾ ബോസ് ചോദിക്കുന്നുണ്ട്, അതെന്താ നീ പെണ്ണ് സജസ്റ്റ് ചെയ്തത്? ഈ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്, അപ്പൊ പെണ്ണെന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ബോസ് ചോദിക്കുമ്പോൾ പെന്ന് വെച്ച് എഴുതുന്ന എംപ്ലോയീസിന് കൂടുതലായിട്ട് ഐഡിയാസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അവർ എത്രത്തോളം എഴുതുന്നുണ്ടോ അത്രത്തോളം അവർക്ക് കൂടുതൽ ഐഡിയാസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആച്ചിയുടെ മറുപടി ബോസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ ആച്ചി ഒരു കാര്യം ചെയ്തേക്ക്, മക്കളെ ലീവ് എടുക്കാൻ വേണ്ടി നോക്കണ്ട, ഒരു കാര്യം ചെയ്യും, നീ കാരനോട് പോയിച്ചൊന്ന് വർക്ക് ചെയ്യാൻ പറയാണ്. അപ്പൊ നമ്മുടെ ആച്ചി എന്തോന്ന് കാരനോട് വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ നമ്മുടെ കാരൻ ആച്ചിയടുത്ത് പറയുന്നത്, നീ നിന്റെ ലീവ് എടുത്തോ, എന്തായാലും നീ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തോളാന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ ആച്ചി ഒരു തരത്തിൽ ഹാപ്പി ആവാണ്. കാരണം കരനെ പോലെ ഇത്രയധികം സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സന്റെ കൂടെ അവന് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അവൻ ഈ ഓഫീസിലേക്ക് വരുമ്പോൾ ഏത് പൊസിഷനിലാണോ ഉണ്ടായിരുന്നത് അതേ പൊസിഷൻ തന്നെയാണ് അവൻ ഇപ്പോഴും ഉള്ളത്. അങ്ങനെയുള്ളപ്പോഴും നമ്മളെ കരനെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സന്റെ കൂടെ വർക്ക് ചെയ്യാൻ അവനൊരു അവസരം കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ അവനതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിപ്പോ കരൻ മനസ്സിലാക്കിയിട്ട് എന്നാ പിന്നെ ഓക്കെ ഒരു കാര്യം ചെയ്യും, നിന്നെ എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് നമ്മുടെ കരൻ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ആച്ചി അതൊന്നും വേണ്ട, വർക്കിന്റെ സമയത്ത് ഞാൻ തന്നെ വന്നോളാം എന്ന് അവന്റെ മറുപടി. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പായി വരുന്നുണ്ട്. ഇവരെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെന്നാണല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് മോഡൽസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ആച്ചിയുടെയും പൈയുടെയും കൈ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൈയുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, അയ്യോ ആച്ചി എന്തോരം ക്യൂട്ടാണ്, എന്റെ ഹാർട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട്, ഇവൻ എന്തോരം ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ തിങ്ക് ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ആച്ചി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞ ഒച്ചതി എങ്ങനെ ചോദിച്ചുവാണ്. ഇത് കേൾക്കുന്ന പയ്യൻ കാരനും കൂടി എന്തോ പറ്റി ആച്ചി എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവന്റെ മനസ്സിൽ 30 വയസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. പയ്യെ പോലെ സുന്ദരിയായിട്ടുള്ള പെണ്ണിന് എന്റെ മേലെ ക്രഷ് ഒന്നില്ലേ, അതേപോലെ തന്നെ കരണ്ട് പോലെ സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സണോട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ലേ, ഇത് ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി ചെന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ പെണ്ണിന്റെ മോഡൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പൈ വരുന്നുണ്ട് ഒരു സ്നാക്സ് പാക്കറ്റ് ആയിട്ട്. അവൾ വന്നപാടെ തന്നെ നിനക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുള്ളതല്ലേ എന്നാ ഈ സ്നാക്സ് കഴിച്ചെന്ന് പറഞ്ഞ് അവൾ ആ പാക്കറ്റ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ അവിടേക്ക് നമ്മുടെ കരൺ വരുന്നത്. കരൺ വന്നപാടെ തന്നെ ഇന്ന് ആ ചെയ്ത് നിനക്ക് വേണ്ടി വാങ്ങിച്ച ഡെസേർട്ട് ആണ്, നീ കഴിച്ചെന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ എന്തോന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ കൊണ്ടുവന്നേക്കുന്നത്, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവന് 2 പാക്കറ്റ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവർ രണ്ടുപേരും ഒന്നും കാര്യം മനസ്സിലാവാൻ നിൽക്കുകയാണ്. അവൻ നേരെ വന്ന് സേഫ് റൂമിലേക്കാണ്. സേഫ് റൂമിലേക്ക് വന്ന പടത്തിന് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, കരനെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സൺ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ പയ്യെ പോലെ സുന്ദരിയായിട്ടുള്ള പെണ്ണിന് എന്റെ മേലെ ക്രഷ് ഉണ്ട്, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് തിങ്ക് ചെയ്തിരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇവർ ഔട്ടിങ്ങിന് പോയപ്പോൾ കുറെ അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാന്ന് പറയാനാണ് ദുജു പറഞ്ഞിട്ടുള്ളത്. അത് അവർക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവന് ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ പയ്യ എപ്പോഴും ഫോട്ടോ എടുത്തേക്കുന്നത് ആച്ചിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ടാണ്. അങ്ങനെ അവളുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവളെ കാണാൻ ശരിക്കും സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മുടെ കരണിനെയാണ് കാണുന്നത്. കരണിനെ കാണുമ്പോൾ തന്നെ ഇവന്റെ ഹാർട്ട് ബീറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പക്ഷെ ഇവനത് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ കേൾക്കുന്ന ആളുടെ ഹാർട്ട് ബീറ്റ്സ് ആണ്, ശരിക്കും എനിക്ക് അതിനുള്ള പവറും കൂടി കിട്ടി. അങ്ങനെ നോക്കി വരുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അവന്റെ ഹാർട്ട് ബീറ്റ്സ് ആണ് ഇങ്ങനെ റേസ് ആവുന്നതെന്ന്. അങ്ങനെ ഹാർട്ടിലേക്ക് കൈ വെച്ചിട്ട് എന്തുകൊണ്ടാണ് കരണിനെ കാണുമ്പോൾ മാത്രം എൻ്റെ ഹാർട്ട് ഇത്ര അധികം റേസ് ആവുന്നത്, പയ്യനെ കാണുമ്പോഴേ എനിക്കിങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ കരൺ കൊടുത്ത ആ ഡെസേർട്ടില്ലേ അതാണ് എടുത്ത് കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവൻ തുമ്മുന്നേയും കൂടി കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജിൻഡയാണ്. ജിൻഡ അവന്റെ പൂജയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ഇവൻ നേരെ പൂച്ചെന്ന് ഹെയർ സ്റ്റൈൽ ഒക്കെ കറക്റ്റ് ചെയ്ത് ഒന്നുകൂടി പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് നേരെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് വേറൊരു പയ്യനാണ്. നമ്മുടെ ബിന്നാണെന്ന് കരുതിയിട്ടാണ് ജിൻഡ ഇത്രയ്ക്കധികം ഒരുങ്ങിയത്. പക്ഷെ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്മെല്ല് കൊള്ളത്തില്ല സാർ, നിങ്ങൾ എന്തിനാ ഇത്രയധികം പെർഫ്യൂം അടിക്കുന്നതെന്നാണ് ആ ഒരു പയ്യൻ ചോദിക്കുന്നത്. ഓടാ അവിടെ നിന്നും പറഞ്ഞോണ്ട് ഇവൻ സാധനം വാങ്ങിച്ചിട്ട് നേരെ അകത്തേക്ക് കയറുവാണ്. കയറി പാടെ തന്നെ താഴത്തേക്ക് ഇരുന്നിട്ട് മീൻ നീ ഇത് എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജിൻഡ പുറത്തേക്ക് വരുമ്പോഴേ ഈ വാട്ടർ സെലിബ്രേഷനൊക്കെ ഈ ഹോളി പോലെയുള്ള സെലിബ്രേഷൻ അതേമാതിരി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്റെ മേത്തേക്കൊന്ന് ഒഴിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡ ഒതുങ്ങി മാറി അവൻ നേരെ ചെല്ലുന്നത് ഈ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമല്ലേ അവിടേക്കാണ്. അവിടേക്ക് വന്ന പടം തന്നെ ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ മിന്നുണ്ട്. മിന്നെന്തോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഒരു പയ്യനല്ലേ എന്ന് പറഞ്ഞ് തിങ്ക് ചെയ്തിരിക്കുമ്പോഴേ ഇവന്റെ കയ്യിലുള്ള ആ ഒരു വാട്ടർ ബോട്ടിൽ നേരെ താഴത്തേക്ക് ഉരുണ്ടുവാണ്. ഇവനും തൊട്ട് കുറെ വെച്ച് പിടിക്കുന്നുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ആ ഒരു ബോട്ടിൽ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ മിന്നാണ്. 61 അങ്കിൾ നിങ്ങളെന്താ ഇവിടെ എന്ന് പറഞ്ഞ് ചോദിക്കും. എന്റെ വർക്ക് വരായിട്ടുള്ള ഐഡിയസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്, അതൊക്കെ പോട്ടെ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ഞാൻ ഐഡിയൽ കോൺടെസ്റ്റിന് വേണ്ടി മത്സരിക്കാൻ പോവാണ്, അപ്പൊ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് മിന്നു പറയുമ്പോൾ
നമ്മുടെ ജിൻഡയ്ക്ക് ഈ ഐഡൽ എന്ന് പറയുന്നതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് ഐഡൽ എന്താന്ന് പറഞ്ഞ് നമ്മുടെ മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഐഡൽ എന്ന് പറയുന്നത് ഈ ബോയ് ബാൻഡൊക്കെ ഇല്ലേ, അതേപോലെ ഒന്നാണ്. എനിക്ക് ഈ ബോയ് ബാൻഡിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡ ചോദിക്കുന്നുണ്ട്, ഈ ബോയ് ബാൻഡ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ നീ സീരിയസ് ആണോ എന്നൊക്കെ. ഡാൻസ് അവന് ജീവനാന്നുള്ള രീതിയിലാണ് മിന്നിന്റെ സംസാരം. ഇത് കേൾക്കുന്ന നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിലേ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെയൊന്നുമല്ല മിന്നിന്റെ കാര്യം. മിന്നിന് ശരിക്കും ഒരു രക്ഷബോധം ഉണ്ടെന്നൊക്കെ. ഇവനിങ്ങനെ പരിസരം മറന്ന് തിങ്ക് ചെയ്തോ നിൽക്കുമ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ എന്ത് പറ്റി ജിൻഡ, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ്. പെട്ടെന്നാണ് ഇവൻ ബോധത്തിലേക്ക് വരുന്നത്. ഒന്നുമില്ല, എന്നാ പിന്നെ ഓക്കെ ഞാൻ ഡാൻസ് ചെയ്യാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മിന്ന അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിൻഡ നേരെ പോയി ചെന്ന് അവന്റെ വർക്കുകാരായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അതേസമയം ഇവിടെ ഓഫീസൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആച്ചി. തൊട്ട് കുറെ തന്നെ റോക്ക് വരുന്നുണ്ട്. റോക്ക് വന്ന പടം തന്നെ ആച്ചി ഇന്ന് നൈറ്റ് വാട്ടർ പാർട്ടി ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി ആണെങ്കിൽ ഇല്ല ഞാൻ വരുന്നില്ല, നാളെ കറണ്ട് കൂടെ പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്പൊ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കണം, വീട്ടിൽ പോകണം, കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറയുമ്പോഴോ അയ്യോ അത് കഷ്ടമായി പോയല്ലോ, അപ്പൊ പിന്നെ നിനക്ക് ലീവ് കിട്ടത്തില്ലല്ലേ എന്നൊക്കെ നമ്മുടെ റോക്ക് ചോദിക്കുമ്പോഴേ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ആച്ചിയും. അങ്ങനെ ഇവര് പരസ്പരം സംസാരിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ റോക്ക് ഒരു കാര്യം കാണുന്നുണ്ട്. അത് വേറൊന്നല്ല, നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇത് ആച്ചി എടുത്ത് പറയുമ്പോൾ ആച്ചി അവിടേക്ക് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കല്ലേ, വാ നമുക്ക് ഒരിടത്ത് പോയിരുന്നു നോക്കാന്നും പറഞ്ഞിട്ട് റോക്ക് അവനെയും വിളിച്ചോണ്ട് പോയി ഒരിടത്ത് ഇരുന്ന് നോക്കുകയാണ് രണ്ടുപേരും കൂടി. അവർ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത്. ഇത് കാണുന്ന നമ്മുടെ റോക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഗേൾ ഫ്രണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം അടുത്തിരുന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ലല്ലോ എന്നൊക്കെ. പിന്നെ നമ്മുടെ ആച്ചിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവന്റെ മൈൻഡിൽ കാരണം പോലെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നത് അത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. വെറുതെ അതിനെപ്പറ്റി തിങ്ക് ചെയ്ത് ഞാനിങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവന്. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. അവന് നല്ല ഇത് തന്നെ പനിയുണ്ട്. അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് കരണിനോട് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കിന്ന് തീരെ വയ്യ, ഞാൻ ഇന്ന് വർക്കിന് വരത്തില്ല എന്നൊക്കെ. പിന്നെ എന്തോ ചിന്തിച്ചെന്നൊന്നും അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അത് കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ വേറെ ആരുമില്ല, നമ്മുടെ ജിൻഡയാണ്. ജിൻഡയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ വേറെ ആരെയോ പ്രതീക്ഷിച്ചാണ് അവിടേക്ക് ഓടി വന്നതെന്ന്. എന്ത് പറ്റി, നീ ഉദ്ദേശിച്ച ആളല്ലേ ഞാനെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, നീ അകത്തേക്ക് വന്നു പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ജിൻഡ അവിടേക്ക് വന്നിട്ടുള്ളത് ഫുൾ കവർ ചെയ്തുകൊണ്ടാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ വാട്ടർ ഫെസ്റ്റിവൽ നടക്കലേ, സോ അതിനകത്ത് നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് വന്നിരുന്ന പാടെ തന്നെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്ന കാരണം ഇപ്പൊ ആരുമായിട്ട് മിങ്കിളാവുന്നില്ല, റൂമിൽ ഇരുന്ന് ആകെപ്പാട് ബോറടിച്ചു. എന്നാൽ നൈറ്റ് നീ വിളിച്ചു പറഞ്ഞില്ലേ നിനക്ക് വയ്യാന്നൊക്കെ, എന്നാൽ നിനക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് എടുത്തിട്ട് നമ്മുടെ ആച്ചിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇന്നലെ നൈറ്റ് നീ എന്നെ വിളിച്ചത് കാര്യമായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതെന്ന്. ഇതേക്കുന്ന ആച്ചിയാന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കാനൊന്നും കിടന്നല്ലോ എന്ന് അവൻ പറഞ്ഞിട്ട് അവൻ ഭയങ്കര സാഡായിട്ട് പോയിരുന്നിട്ട് പറയാണ് ഓൾമോസ്റ്റ് മരിക്കേണ്ടായിരുന്നു എന്ന്. ഇതേക്കുന്ന ജിൻഡ പറയുന്നത് ടെൻഷൻ ആയിട്ട് ഇവന്റെ അടുത്തേക്ക് പോയിരുന്നിട്ട് നീ ഇപ്പൊ എന്തോ പറഞ്ഞത്, നീ ഒരുമാതിരി വിയേഡായിട്ടാണല്ലോ ബിഹേവ് ചെയ്യുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ അടുത്താണോ മോനെ കളിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ ആച്ചിയെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ ആഹാ കൊള്ളാലോ, നീ ഇപ്പൊ എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്ന്. ഇതേക്കുന്ന ജിൻഡയുടെ മൈൻഡിൽ ഞാൻ ചോദിച്ചതിന് മറുപടി നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, നിന്നെ ശരിക്കും കാണാൻ നീ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയ ഒരാളെ പോലെ ഉണ്ടെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് ഞാൻ ഹാർട്ട് ബ്രോക്കൺ ഒന്നും ആയിട്ടല്ലേ ഇരിക്കുന്നത്, പക്ഷെ അത് നിന്റെ അടുത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ആച്ചി പിന്നെയും മിണ്ടായിരിക്കുകയാണ്. ഇത് കാണുന്ന ജിൻഡ ആണെങ്കിൽ പിന്നെയും പിടിച്ച് ആച്ചിയെ ടച്ച് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ എന്റെ മേലെ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു പയ്യനില്ലേ, അവൻ കാരണമാണ് ഞാൻ ഇത്ര അധികം വിഷമിച്ചിരിക്കുന്നത്. അവൻ പറയുന്നത് അവൻ എന്റെ മേലെ ക്രഷ് ഉണ്ടെന്നാണ്. എന്നിട്ടിപ്പോ നോക്കി വേറൊരു പെണ്ണുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കാണ്. എനിക്ക് തോന്നുന്നത് ശരിക്കും അവന് അവളെയാണ് ഇഷ്ടമെന്ന്. അപ്പൊ നമ്മുടെ ജിൻഡയുടെ മൈൻഡിൽ ഇതിന്റെ പേരാണ് ഹാർട്ട് ബ്രോക്കൺ. അപ്പൊ നമ്മുടെ ആച്ചി ഓപ്പൺ ആയിട്ട് അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ വേറൊരു പെണ്ണിനെ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇതിന്റെയൊക്കെ മീനിങ് എന്തോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേ ജിൻഡ ആണെങ്കിൽ അവൻ അങ്ങനെ വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ അങ്ങ് മാറിക്കൊടുക്കണം, ഇനി അഥവാ അവന് ആ ഒരു പെണ്ണിനെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നീ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കണമെന്ന്. ഇതേക്കുന്ന ആച്ചിയാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ജിൻഡയെ ടച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ വെർജിനായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണെന്ന്. അപ്പൊ നമ്മുടെ ജിൻഡയുടെ മൈൻഡിൽ 30 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വെർജിനായിട്ട് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം ടച്ച് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ചും കളിച്ചിരിക്കുമ്പോഴേ അവിടേക്ക് നമ്മുടെ കരൺ വരുന്നുണ്ട്. കരണിനെ കണ്ടപാടെ തന്നെ ആച്ചിയാണെങ്കിൽ ജിൻഡയുടെ മേത്തേക്ക് ടച്ച് ചെയ്തിട്ട് അവന്റെ മൈൻഡിൽ പറയുന്നത് എന്റെ മേലിൽ ക്രഷുള്ള ഒരു പയ്യന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യനാണ് ഇതെന്ന്. ഇത് കേട്ടപാടെ തന്നെ ജിൻഡ എന്നുണ്ടെങ്കിൽ അയ്യോ ഇനി നമ്മളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ മുഖത്ത് മൊത്തം ഈ മാവ് പോലുള്ള പൊടിയില്ലേ അതൊക്കെ തേച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വരുന്ന വഴിക്ക് അവന് നല്ല രീതിയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ വന്നിട്ട് മുഖമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ മുഖമൊക്കെ കഴിയുന്ന കാണുമ്പോൾ നമ്മുടെ ആച്ചിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരണാണെങ്കിൽ എന്ത് പറ്റി എന്റെ മുഖത്തോടൊന്നും പോയിട്ടില്ലേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എന്നാ നീ ടീഷർട്ട് എടുത്തോ, നിന്റെ മേലും ഫുള്ള് നനഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും രണ്ടുപേരുടെ കൈ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരണ്ട മൈൻഡിൽ പറയുന്നത് നല്ല കാര്യം, ഞാൻ വിചാരിച്ചത് ഞാൻ എന്തോ ഒരു കോമളി തരം ആച്ചിയുടെ മുമ്പിൽ
കാണിച്ചിട്ടുണ്ടെന്ന്. ഇദ്ദേഹത്തിന് ആച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അവൻ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. കരണിന് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അവൻ അപ്പം തന്നെ വെള്ളത്തിലേക്കൊക്കെ നോക്കുന്നുണ്ട്, ഇനി മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ നമ്മുടെ കരണ് ഡ്രസ്സൊക്കെ മാറിയിട്ട് അകത്തേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ ആച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എവിടേക്ക് വന്നേന്നൊക്കെ. ഇദ്ദേഹത്തിന് കാരനാണെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഡിലീറ്റ് ആവുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ അത് എത്ര പെട്ടെന്ന് സെൻഡ് ആയോ എന്ന്. അപ്പോൾ നമ്മുടെ കരൺ പറയുന്നത്, ആ മെസ്സേജ് കണ്ടപ്പോഴേ ഞാൻ ആകപ്പാട് വറീഡായി, അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള ടവൽ എടുത്തിട്ട് നമ്മുടെ ആച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടൊരു കൈ തമ്മിൽ ടച്ച് ആവാണ്. അപ്പോൾ നമ്മുടെ കണ്ട മൈൻഡിൽ അവൻ ആച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ നടന്ന സംഭവങ്ങൾ അവനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കരണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പടം തന്നെ അവൻ്റെ കാറാണെന്നുണ്ടെങ്കിൽ പഞ്ചറായിട്ടുണ്ടായിരുന്നു. പഞ്ചറാക്കിയത് വേറെ ആരല്ല, വേറെ കുറച്ച് ആൾക്കാരാണ്. ഈ വാട്ടർ ഫെസ്റ്റിവൽ നടത്തില്ലേ, അവരൊക്കെയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരണിനെ വെറുതെ വിടുന്നില്ല. അവനെയും കൊണ്ട് വണ്ടിക്കകത്ത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. മുഖത്ത് ഫുള്ളും സാധനം എല്ലാം വാരി തേക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആച്ചിയുടെ വീട്ടിലേക്ക് വരുന്ന വഴി മനസ്സിലാക്കിയത് നമ്മുടെ ദുജ്ജു പറഞ്ഞു കൊടുത്തിട്ടാണ്. ഇതൊക്കെ കേൾക്കുന്ന ആച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് മണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരണാണെങ്കിൽ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് അലർജിയാണ് എന്തോന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരെ പോയി മെഡിസിൻസ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നെറ്റിയിൽ ഒട്ടിക്കുന്ന സംഭവമില്ലേ, അതെടുത്തിട്ട് നമ്മുടെ ആച്ചിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വിട്ടേക്ക്, അപ്പോൾ നിന്റെ ഫീവർ പെട്ടെന്ന് മാറുമെന്നൊക്കെ. ഞാൻ മെഡിസിൻ ഒക്കെ കഴിച്ച് എന്റെ ഫീവർ മാറിയ ഉടനെ തന്നെ നിന്റെ വർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പിങ്കി പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വെല്ല് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കരണ്ണാന്നുണ്ടെങ്കിൽ അവന്റെ വെല്ലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരണ്ട മൈൻഡിൽ പറയുന്നത് ആച്ചിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖമാവണമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. കാരണം ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ തിങ്ക് ചെയ്യുന്നത്. എനിക്കിത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആച്ചി. കാരണമെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവരിങ്ങനെ എന്തോ പറ്റിയെന്നുള്ള രീതി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ജിൻഡയാണ്. ജിൻഡ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അവന് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണം. പക്ഷെ ലാപ്ടോപ്പും കാര്യങ്ങളും അവിടെ ഇരിക്കുന്ന കാണണം. അവൻ അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോഴും അവിടേക്ക് മിന്നു വരുന്ന കാണുന്നത്. പിന്നെ കണ്ട പോലെ തന്നെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ അടുത്തേക്ക് ഇല്ലാണ്. പിന്നെ കാണിക്കുന്നത് അവൻ ടോയ്ലറ്റിൽ പോയിട്ട് വരികയാണ്. എന്നിട്ട് മിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ടേബിൾ നോക്കിയേനി. അപ്പോഴത്തേക്ക് ആ റെസ്റ്റോറൻറ്റിലെ ലേഡി വന്നിട്ട്, അയ്യോ ഡ്രൈവർ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തു പോയി നിൽക്കാൻ പറയണേ. ഇത് കേട്ട് പറയുന്നത് ജിൻഡയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞത്, ഇത് നിങ്ങളുടെ കസ്റ്റമറാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ടല്ല, ഇയാൾ ഡ്രൈവറാണ്, പുറത്തു പോയി നിൽക്കേണ്ടതാണ് ഓർഡർ കിട്ടുന്നവരെയെന്ന്. ഇതേക്കുന്ന ജിൻഡയാണെങ്കിൽ ഒരു കോഫിയും കേക്കും ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ കസ്റ്റമറാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ ഓർഡറിന് വേണ്ടിയിട്ടാണ് വന്നത്, സോ അതുവരെ ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലാന്ന്. ഇതേക്കുന്ന ജിൻഡയാണെങ്കിൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഓരോരുത്തർക്കും അവരുടേതായ വൃത്തമുണ്ട്, സോ നീ ഇപ്പോൾ അവരുടെ കസ്റ്റമറാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കണമെന്നൊക്കെ. ഇതേക്കുമ്പോഴും മിന്നാണെങ്കിൽ, അതൊക്കെ പോട്ടെ, ഇപ്പം എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. ഇതേക്കുമ്പോൾ തന്നെ അവർ ജിൻഡയാണെങ്കിൽ പെട്ടെന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാണ്. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ മിന്നാണെങ്കിൽ മുമ്പൊരിക്കലും ഒരു ഐഡോളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവൻ മത്സരിക്കാൻ പോകുന്ന ആ ഒരു കോൺടെസ്റ്റിന്റെ, സോ അതിന്റെ ഒരു വീഡിയോ ആണ് ഓപ്പൺ ആവുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മിന്നാണെങ്കിൽ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കോൺടെസ്റ്റിന്റെ കാര്യം, സോ ആ ഒരു കോൺടെസ്റ്റ് ഇതാണ്, നിങ്ങളിത് കാണാറുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇതേക്കുന്ന ജിൻഡയാന്നുള്ള ഷോക്ക് ആട്ടോ. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയും, ഞാൻ ഇത് കാണാറുണ്ട് സൂപ്പറാണെന്ന് പറയുമ്പോഴേ നമ്മുടെ മിന്നാണെങ്കിൽ, ഇത് സൂപ്പറാണ്, ഇതിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് പറഞ്ഞ് നമ്മുടെ ജിൻഡ അടുത്ത് ചോദിക്കുമ്പോഴേ, ഇത് സൂപ്പറാണ്, നീ ഇത് മത്സരിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഫസ്റ്റ് ഫാന് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കരമായിട്ട് ചിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിന്റെ കാലം ജിൻഡയുടെ കാലമായിട്ട് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ 61 വയസ്സുള്ള അങ്കിള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ശരിക്കും ക്യൂട്ടാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജിൻഡയുടെ മൈൻഡിൽ ഇവൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഭയങ്കര കൈൻഡായിട്ടുള്ള പേഴ്സൺ ആണെന്ന്, ഇപ്പൊ അവൻ പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂട്ടാണെന്ന്. ശരിക്കും ഇവന്റെ മനസ്സിൽ എന്താന്ന്. അങ്ങനെ ഇവര് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിന്നി മെസ്സേജ് വരുന്നുണ്ട്, അവന്റെ ഓർഡർ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ ടാറ്റയൊക്കെ പറയാണ്. നമ്മുടെ മിന്നാണെങ്കിൽ ഡോറിന്റെ അടുത്ത് പോയി ചെന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്തുകൊണ്ട് നമ്മുടെ ജിൻഡയ്ക്ക് ടാറ്റ പറയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ പടത്തിന് ജിൻഡ അവന് സ്വയബോധം വന്നിട്ട്, ഞാനിപ്പോ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിക്കും എനിക്ക് അവന്റെ മേലെ ഫീലിങ്സ് വന്നു, അതിനാണ് ചാൻസ് കൂടുതൽ, ഞാൻ ആച്ചിയെടുത്ത് ഹെൽപ്പ് ചോദിച്ചേ പറ്റത്തുള്ളൂ. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആച്ചിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ആച്ചി എന്റെ ഹാർട്ടാന്നുണ്ടെങ്കിൽ ഒരുത്തൻ കട്ടോണ്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മുടെ ആച്ചിയും കരണയാണ്. രണ്ടുപേരും കൂടി പെന്നിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ഒരു പെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്താണോ എഴുതുന്നത് അതിനോട് എത്രത്തോളം ഫീലിങ്സ് ഉണ്ടെന്ന് ആ ഒരു പെന്നു വഴി മനസ്സിലാക്കാൻ പറ്റും. മീൻസ് അതിനകത്ത് അവരുടെ ഹാർട്ട് ബീറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മുടെ കരൺ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കരണ്ട് ഫോണിൽ അലാറം അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പോയി ചെന്നിട്ട് ആച്ചിക്ക് കഴിക്കാനുള്ള മെഡിസിൻ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇവർ ഫുഡ് കഴിക്കുന്നത്, ഇവരിങ്ങനെ വർക്ക് ചെയ്യുന്നത്, വർക്കിന്റെ ഇടയ്ക്കുള്ള ഓരോരോ റൊമാൻസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുകയാണ്. പിന്നെ അങ്ങനെ വർക്ക് ചെയ്ത് നമ്മുടെ ആച്ചിയും ഉറങ്ങിപ്പോവാണ്. ആച്ചി ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന കാണുമ്പോൾ കരണാണെങ്കിൽ കരണ്ട് കോട്ട് ഊരിയിട്ട് അവന്റെ മേത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആച്ചി എഴുന്നേറ്റ് നോക്കുമ്പോൾ കരണാന്നുണ്ടെങ്കിൽ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ കരണ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇതൊരു സൂപ്പറാണ് കരൺ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ കരൺ നോക്കുമ്പോൾ ആച്ചി എഴുന്നേറ്റിട്ടുണ്ട്. നീ എഴുന്നേറ്റോ, നിനക്കിപ്പോ ഓക്കെ ആയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആച്ചി ഓക്കെ ആണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കരണ് ആ ഒരു പെന്നിനെ പറ്റിയിട്ടുള്ള പ്രസന്റേഷൻ വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി പ്രസന്റേഷൻ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആച്ചിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ഒരു പെണ്ണെടുത്തും കാണിക്കുന്നുണ്ട്. ഈ ഒരു പെണ്ണാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്.
പറയുന്നത്. ഇത് വെച്ച് എഴുതുന്ന ആളുടെ ഫീലിംഗ്സ് ഈ ഒരു പേന വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരൺ അതിനകത്ത് സൈൻ ചെയ്യുന്നത് ആച്ചിയുടെ പേരിലാണ്. എന്നിട്ട് നേരെ നമ്മൾ ആച്ചിയുടെയിലേക്ക് കൊടുക്കുന്നുണ്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ആച്ചി സൈൻ ചെയ്യുന്നത് കരണിന്റെ പേർക്കാണ്. എന്നിട്ട് നേരെ കരണിന് ആ ഒരു പെണ്ണ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ കരണിന്റെ ഹാർട്ട് ബീറ്റ്സ് കൂടുന്നുണ്ട്. അത് പേന വഴി തന്നെ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് അതിനകത്ത് ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് പയ്യെ റോക്കം വരുന്നുണ്ട്. ഇത് എന്തിന്റെ ശബ്ദം എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നത്. നിങ്ങൾ ഈ ഹോളിഡേയിലും വർക്ക് ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് പയ്യൻ റോക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടേക്ക് ദുജ്ജു വരുന്നുണ്ട്. ദുജ്ജ ആകപ്പാട് വിഷമിച്ചാണ് കയറി വരുന്നത്. എന്ത് പറ്റി ബീച്ചിലൊന്നും പോയില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ദുജ്ജാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഇല്ല പോകാൻ പറ്റില്ല, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാലും ബിസിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടപാട് തന്നെ റോക്കും പയ്യും കൂടി പോയി ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, നമ്മളെല്ലാവരും ഇപ്പോൾ ഓഫീസിലുണ്ടല്ലോ, നമുക്ക് തന്നെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ മാവ് കൊടുത്ത സംഭവമില്ലേ, ഈ പൊടി കലക്കിയിട്ടുള്ള ആ ഒരു സംഭവം എടുത്തിട്ട് നമ്മുടെ റോക്കാണെങ്കിൽ ദുജ്ജിന്റെ മുഖത്തേക്ക് ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ദുജ്ജാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കരൺ നോക്കുമ്പോൾ ആശി ഇങ്ങനെ അവിടെ തന്നെ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരണ് ആ ഒരു മാവ് കൊടുത്ത സംഭവത്തിൽ അവന്റെ കൈ മുക്കിയിട്ട് നേരെ നമ്മുടെ ആച്ചിയുടെ മുഖത്തേക്ക് വെച്ച് തൂത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പൈ കാണുന്നുണ്ട്. പൈ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുവാണ്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ അയ്യോ അവർക്ക് എന്നെ ഇഷ്ടമാണല്ലോ, ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എഴുതിയിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇവർക്കും കാര്യം എന്നറിയാതെ ഇവരും പുറകെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പയ്യ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആച്ചി പെട്ടെന്ന് അവിടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. മനസ്സിൽ തിങ്ക് ചെയ്യുന്നത് അയ്യോ ഞാൻ ഷിപ്പ് ചെയ്യുന്ന എന്റെ കപ്പിൾസ് എന്റെ മുമ്പിൽ തന്നെ വെച്ച് ഇങ്ങനെ റൊമാൻസ് ചെയ്യുന്ന കാണാൻ പറ്റിയല്ലോ, എന്റെ എന്തൊരു ഭാഗ്യമാണ്, എന്റെ BL ഫാനാണ് ഇവരെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ആച്ചിയുടെ മൈൻഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, അപ്പൊ ഇവക്ക് ശരിക്കും എന്റെ മേലെ ക്രഷൊന്നുമില്ലേ, ഞാനാണോ തെറ്റായിട്ട് തിങ്ക് ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോണിലെ മാൾ പേപ്പറായിട്ട് ഇട്ടേക്കുന്ന തന്നെ നമ്മുടെ ആച്ചിയുടെയും കരന്റെ ഫോട്ടോ. ഇവർ ഔട്ടിങ്ങിന് പോയ സമയത്ത് നമ്മുടെ ആച്ചിയാണെങ്കിൽ ഉറങ്ങി കരന്റെ മേത്തേക്ക് വന്ന് വീണിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ടാണ് ഇവള് വാൾപേപ്പറായിട്ട് ഇട്ടിട്ടുള്ളത്. ആ ഒരു ഫോൺ കാണിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി പിടിച്ചു നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ പയ്യാണെങ്കിൽ അതോ അങ്ങനെ നിങ്ങളാണ്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വെറുതെ എടുത്തയാ, ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി എടുത്തയാന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നെ ഇവിടെ കയ്യിലേക്ക് കയറി പിടിക്കുമ്പോഴേ നമ്മുടെ പയ്യുടെ മനസ്സിൽ പറയുന്നത് സോറി ആച്ചി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഈ ഫോട്ടോ എടുത്തേന്ന്. ഇതേക്കുമ്പോൾ തന്നെ നമ്മൾ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഓടിയത്, ഞങ്ങൾ പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഓടിയെന്ന് പറയാണ്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ നമ്മുടെ കരന്റെ കൂടെ മുമ്പൊരിക്കലും ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട്. വന്ന പടത്തന്നെ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആശയാന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ മാറിയെന്നാണ് ഇതൊക്കെ കാണുന്നത്. അവന് സത്യം പറഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അപ്പൊ തന്നെ അവന്റെ ബോധം അങ്ങ് പോകുന്നുണ്ട്. ബോധം വരുമ്പോൾ അവൻ കാണുന്നത് അവന്റെ വീട്ടിൽ കിടക്കുവാണ്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കരണുണ്ട്. കരണാന്നുണ്ടെങ്കിൽ ഇവന്റെ മേലൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. അവൻ സോറിയും പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്യിച്ചോണ്ടാന്ന് തോന്നുന്നു നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സോറി ആച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആച്ചി ജനാലിൽ കൂടെ നോക്കുമ്പോൾ ആ ഒരു പെണ്ണാണ് വന്നിട്ടുള്ളത്. ഇവ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ആച്ചിയുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യണം, ഇവിടുത്തെ എന്തോ കാര്യം എന്ന് ചോദിക്കണമെന്ന് കരുതിയിട്ട് ഇവൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പെണ്ണിന്റെ കയ്യിലുള്ള സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആച്ചി ഏൽപ്പിച്ചിട്ട് അവളുടെ സ്വന്തം വീട് പോലെ തന്നെ ഇവിടെ അകത്തേക്ക് കയറി വന്നിട്ട് എല്ലാവരും ചുറ്റും കണ്ട് നോക്കുന്നുണ്ട്. നോക്കിയപ്പോഴെ തന്നെ നമ്മുടെ ആച്ചി എടുത്ത്, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, ആച്ചിയുടെ വീട് വലിയ വീടാണല്ലോ, എന്തായാലും ഇവിടെ കരനും താമസിക്കാം. കാരണം പ്ലീസ് നീ ഇവിടെ തന്നെ താമസിക്കത്തില്ലടാ, ഈ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ, പ്ലീസറാ ഇതെങ്കിലും ഒന്നും ചെയ്യടാ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത കാര്യം വീട്ടിലല്ല അറിഞ്ഞടാ, അപ്പൊ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, പ്ലീസറാ ഞാൻ നിന്റെ റൂമൊന്നും എടുത്തോട്ടെടാ, നിനക്ക് ഇവിടെ താമസിച്ചൂടെ, ഏതാ നോക്കി ആച്ചി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കര മാച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ പരസ്പരം അടുപ്പിച്ചെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അയ്യോ നമ്മളാണ് അപ്പൊ തെറ്റിദ്ധരിച്ചത്, ഇത് ശരിക്കും ഇവന്റെ സിസ്റ്റർ ആണെന്നുള്ള മട്ടില്. അപ്പൊ ഈ സിസ്റ്റർ ആണെങ്കിൽ എന്നാ പിന്നെ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നാ ഇവിടുന്ന് പോട്ടെ, കാരണം ആച്ചി എന്തായാലും ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ പാട്ടിലൊക്കെ ഇറങ്ങി പോവാണ്. നമ്മുടെ ആച്ചിയും കാരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നോർമലി പുറത്ത് വെച്ച് തന്നെ നല്ല രസമായിട്ടൊരു റൊമാൻസ് ആണ് ഇവർക്കിടയിലുള്ളത്. അപ്പൊ പിന്നെ ഒരുമിച്ച് ഒരു വീട്ടിലൊക്കെ ആണെന്ന് പറയുമ്പോൾ റൊമാൻസ് കുറച്ചുകൂടി കൂടുതലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ.